നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. സ്നേഹത്തിൻ നിറകുടം, സുഗന്ധത്തിൻ ഉറവിടം, ക്യൂട്ടി ബ്യൂട്ടി സോപ്പ്. സീറ്റ് തർക്കം പാതിവഴിയിലാക്കിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വീണ്ടും തിരുത്ത്. ഒറ്റപ്പാലത്ത് ഷാനിമോൾ ഉസ്മാനും ദേവികുളത്ത് AK മണിയും മത്സരിക്കും. കയ്പമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കില്ല. മണ്ഡലം RSPക്ക് തന്നെ നൽകാൻ KPCCയിൽ ധാരണ. പ്രഖ്യാപിച്ച മറ്റു സീറ്റുകളിൽ മാറ്റങ്ങളുണ്ടാകില്ലെന്ന് VM സുധീരൻ. കോൺഗ്രസിൽ ഒഴിച്ചിട്ട് കാഞ്ഞങ്ങാട്, കല്യാശ്ശേരി, പയ്യന്നൂർ സീറ്റുകളിൽ തീരുമാനമായി. പ്രഖ്യാപനം ഉടൻ. തർക്കിച്ചു നിൽക്കുന്ന INTUC നേതാക്കളുമായി നാളെ തുടർ ചർച്ച നടത്തുമെന്നും KPCC അധ്യക്ഷൻ. JDUവിൽ വടകരയിലും എലത്തൂരിലും സ്ഥാനാർത്ഥികളായി. മനയത്ത് ചന്ദ്രൻ വടകരയിലും എലത്തൂരിൽ കിഷൻ ചന്ദും മത്സരിക്കും. തീരുമാനം തലസ്ഥാനത്ത് ചേർന്ന JDU പാർലമെന്ററി ബോർഡ് യോഗത്തിൽ. കത്തിൽ കുത്തരുത്. കയ്പമംഗലത്തെ കത്ത് വിവാദത്തിൽ വിശദീകരണവുമായി TN പ്രതാപൻ. ആരോപണങ്ങൾക്ക് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവരുടെ ഗൂഢാലോചന. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് താൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മറിച്ചുള്ള വാർത്തകൾ നൽകുന്നത് മാധ്യമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഫേസ്ബുക്ക് പേജിൽ TN പ്രതാപൻ. അംഗത്തിന് ഇനിയും ബാല്യമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങി JSS. മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളെയും ഗൗരിയമ്മ തീരുമാനിക്കും. AKG സെന്ററിലേക്ക് CPM വിളിച്ചു വരുത്തിയത് സീറ്റിലെന്ന് പറയാനെന്നും വിപ്ലവ നായിക. അതേസമയം തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തെ തുടർന്ന് JSSൽ ഭിന്നത. തനിച്ച് മത്സരിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന പരസ്യ നിലപാടുമായി ഒരു വിഭാഗം നേതാക്കളും അണികളും. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. സ്നേഹത്തിൻ നിറകുടം, സുഗന്ധത്തിൻ ഉറവിടം, ക്യൂട്ടി ബ്യൂട്ടി സോപ്പ്. വിധി തേടി വീണ്ടും ബൂത്തിലേക്ക്. പശ്ചിമ ബംഗാളിലും അസമിലും രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. മറ്റന്നാൾ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിധിയെടുത്ത് അസമിലെ 61 ബംഗാളിലെ 31 മണ്ഡലങ്ങളിലും. ജനവിധി തേടുന്നവരിൽ ബംഗാളിലെ CPM സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്രയും. അതിനിടെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ബംഗാളിൽ വ്യാപക ക്രമക്കേട് നടന്നതായി ആരോപണം. പരാതിയെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ ബംഗാളിലും അസമിലും രേഖപ്പെടുത്തിയത് 80-70% വീതം പോളിംഗ്. പോരാട്ടം പൊടിപൊടിക്കും. IPL 9ാം സീസൺ പോരാട്ടങ്ങൾക്ക് ഇന്ന് മുംബൈയിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിനെ നേരിടും. മത്സരം രാത്രി 8-ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. IPLലെ പുതുമുഖ ടീമായ പൂനെ ആദ്യ മത്സരത്തിനിറങ്ങുന്നത് നായകൻ MS ധോണിയുടെ തോളിലേറി. മറുപക്ഷത്ത് മുംബൈയെ നയിക്കുന്നത് രോഹിത് ശർമ്മ. ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിനെ വർണ്ണാഭമാക്കി ബോളിവുഡ് താരനിശ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2685 രൂപ, പവൻ 21,480 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.